2026 മാർച്ച് 10 സിറാജ് എഡിറ്റോറിയൽ. ചരടുവലിച്ച് ബി.ജെ.പി. നിസ്സഹായനായി നിതീഷ്. ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാറിനെ ബി.ജെ.പി. ഒതുക്കിയതോ അദ്ദേഹം സ്വയം ഒതുങ്ങിയതോ? മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിലെ സജീവ ചർച്ചയാണിത്. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം വിട്ടതെന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങളുടെ പ്രചാരണം. അതേസമയം പാർലമെന്റിലെ 2 സഭകളിലും അംഗമാകണമെന്നത് തന്റെ ചിരകാല ആഗ്രഹമാണ്. ഈ ലക്ഷ്യത്തിലാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതെന്നാണ് നിതീഷിന്റെ വിശദീകരണം. എന്നാൽ ബിഹാർ രാഷ്ട്രീയം കൈപ്പിടിയിലൊതുക്കാൻ ബി.ജെ.പി. നടത്തിയ പിന്നാമ്പുറ കളികളുടെ പരിണതിയാണ് സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് പാറ്റ്നയിലെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും രാജ്യസഭയിലേക്കുള്ള നിതീഷിന്റെ പത്രികാ സമർപ്പണ ചടങ്ങിൽ ഷാ ഉൾപ്പെടെ പ്രമുഖ ബി.ജെ.പി. നേതാക്കൾ സന്നിഹിതരായതും ഈ നിരീക്ഷണത്തിന് ബലം പകരുന്നു. സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിന്റെ കരുത്തിൽ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരികയും ബിഹാറിനെ വികസനത്തിലേക്ക് നയിക്കുക വഴി സുശാസൻ ബാബു നല്ല ഭരണാധികാരി എന്ന് പ്രതിച്ഛായ നേടുകയും ചെയ്ത നേതാവാണ് നിതീഷ് കുമാർ. സംസ്ഥാന ഭരണത്തിൽ 10 തവണ മുഖ്യമന്ത്രി എന്ന അപൂർവ നേട്ടവും കൈവരിച്ചു അദ്ദേഹം. ജനതാദളിന്റെ ഭാഗമായിരുന്ന നിതീഷിന്റെ കരുത്തിലാണ് 1989 കേന്ദ്രത്തിൽ ജനതാദൾ അധികാരത്തിലേറിയത്. അതിനിടെ അദ്ദേഹം എൻ.ഡി.എയിൽ ചേർന്നെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൺ കൈവിട്ടു പോകാതിരിക്കാൻ 2 തവണ എൻ.ഡി.എ വിട്ട് ബി.ജെ.പിയേതര കക്ഷികളുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു. ഇതുമൂലം ഹിന്ദി മേഖലയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആധിപത്യം സ്ഥാപിച്ച ബി.ജെ.പിക്ക് ബിഹാർ അന്യമായി നിൽക്കുകയായിരുന്നു സമീപകാലം വരെ. നിതീഷിനെ രാഷ്ട്രീയമായി തളർത്തിയെങ്കിലേ ബിഹാർ കൈപ്പിടിയിലൊതുക്കാനാകുകയുള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ ബി.ജെ.പി. ഈ ലക്ഷ്യത്തിൽ പ്രയോഗിച്ച തന്ത്രമായിരുന്നു 2020 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ചിരാഗ് പാസ്വാൻ ഘടകം. നിതീഷ് നയിക്കുന്ന ജെ.ഡി.യു കൂടി ഉൾക്കൊള്ളുന്ന എൻ.ഡി.എയുടെ ഭാഗമായിട്ടും അന്ന് ചിരാഗ് പാസ്വാൻ ജെ.ഡി.യു മത്സരിച്ച 135 മണ്ഡലങ്ങളിലും തന്റെ പാർട്ടിയായ എൽ.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് യാദൃശ്ചികമായിരുന്നില്ല. ബി.ജെ.പിയുടെ ആശീർവാദത്തോടെ നടന്ന ഈ രാഷ്ട്രീയ കരുനീക്കം ജെ.ഡി.യുവിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കുകയും നിതീഷിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി ബി.ജെ.പി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയരുകയും ചെയ്തു. സ്വന്തം സഖ്യകക്ഷിയെ തന്നെ ദുർബലപ്പെടുത്തി രാഷ്ട്രീയ ആധിപത്യം നേടുന്ന തന്ത്രം ബി.ജെ.പി. നേരത്തെയും പരീക്ഷിച്ചിട്ടുണ്ട്. ജെ.ഡി.യുവിലെ കരുത്തരായ നേതാക്കളെ നിതീഷിനെതിരെ തിരിക്കുകയെന്നതായിരുന്നു ബി.ജെ.പിയുടെ അടുത്ത തന്ത്രം. നിതീഷിന്റെ വിശ്വസ്തനായിരുന്ന ആർ.സി.പി. സിംഗിനെ കേന്ദ്രമന്ത്രിയാക്കിയതും തുടർന്നുള്ള സംഭവവികാസങ്ങളും ഉദാഹരണം. ക്രമേണ ഭരണത്തിൽ നിതീഷിനുണ്ടായിരുന്ന പൂർണ്ണ നിയന്ത്രണം കവർന്നെടുത്തുകൊണ്ടിരുന്നു ബി.ജെ.പി. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭ രൂപവൽക്കരിച്ചപ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചതും ആഭ്യന്തര വകുപ്പിലടക്കം ബി.ജെ.പി. പിടിമുറുക്കിയതും നിതീഷിന്റെ അധികാരം പരിമിതപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെയാണ്. സംസ്ഥാനത്ത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിതീഷ് സർക്കാരിന് കേന്ദ്രത്തിന്റെ അനുമതി തേടേണ്ടി വന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു. ബി.ജെ.പിയുടെ ചരടുവലി മാത്രമല്ല, തുടർച്ചയായ കൂറുമാറ്റം, അധികാര പദവിക്കപ്പുറം വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധമില്ലായ്മ തുടങ്ങി തന്നെ അപക്വമായ നിലപാടുകൾ കൂടിയാണ് നിതീഷിന്റെ പ്രതിച്ഛായ തകർച്ചയ്ക്ക് വഴിവെച്ചത്. ബി.ജെ.പിക്കൊപ്പം ചേരുന്നതിലും ഭേദം മരണമാണെന്നാണ് 2023 ഒരു പ്രസംഗത്തിൽ നിതീഷ് പറഞ്ഞത്. 1 വർഷത്തിനകം അദ്ദേഹം എൻ.ഡി.എയിലേക്ക് മടങ്ങി ബി.ജെ.പിയുടെ സഹകാരിയായി. അവസരവാദിയും നിലപാടില്ലാത്ത നേതാവുമായാണ് നിതീഷ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബിഹാറിലെ യുവതലമുറയ്ക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടാൻ ഇതിടയാക്കി. തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ മുന്നേറ്റവും അദ്ദേഹത്തിന്റെ പ്രസക്തി കുറച്ചു. മകൻ നിശാന്ത് കുമാറിനെ കളത്തിലിറക്കിയാണ് നിതീഷ് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നതെങ്കിലും ജെ.ഡി.യുവിന്റെ പഴയ കരുത്ത് തിരിച്ചുപിടിക്കാൻ അത് സഹായകമാകില്ല. നിതീഷിന്റെ വോട്ട് ബാങ്കായ പിന്നാക്ക വിഭാഗങ്ങളിൽ ബി.ജെ.പി. ഇതിനകം വേരോട്ടം നടത്തിക്കഴിഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളെ വോട്ടർമാരാക്കി മാറ്റുന്ന ബി.ജെ.പി. തന്ത്രവും ജെ.ഡി.യുവിന്റെ അടിത്തറ ഇളക്കി. സംഘടനാ കരുത്തിലും
രാഷ്ട്രീയ തന്ത്രങ്ങളിലും ഏറെ മുന്നേറിക്കഴിഞ്ഞു ബീഹാറിൽ BJP. ഇത് തിരിച്ചുപിടിക്കുക രാഷ്ട്രീയത്തിൽ പുതുമുഖമായ നിശാന്തിന് പ്രയാസമാണ്. നിശാന്ത് രാഷ്ട്രീയത്തിൽ തിളങ്ങിയാലും BJPയുടെ ഓരം പറ്റി നീങ്ങാനേ സാധിക്കുകയുള്ളൂ. ഇതുവരെ രാഷ്ട്രീയവുമായി അകന്നുനിന്ന നിശാന്തിന്റെ പൊടുന്നനെയുള്ള കടന്നുവരവ് JDUവിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അസംതൃപ്തി സൃഷ്ടിക്കാനിടയുണ്ട്. ഇത് BJPക്ക് അനുകൂല ഘടകമായി മാറും. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സായന്തനത്തിൽ സ്വന്തം കോട്ടയിൽ നിസ്സഹായനാണ് നിതീഷ് കുമാർ. സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴിയിലേക്ക് വഴിമാറിയ ഒരു നേതാവിന്റെ സ്വാഭാവിക പതനമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്.